മലയാള സിനിമയിലെ ഓൾറൗണ്ടറായ ലാലിൻ്റെ ജന്മദിനമാണെന്ന്. ഇപ്പോൾ സിദ്ദിഖ് ലാൽ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയിൽ നിന്നാണ് നമുക്കറിയാം ലാൽ എന്ന് പറയുന്ന സംവിധായകനെ നമ്മൾ ആദ്യം ഇഷ്ടപ്പെട്ടത്. പിന്നീട് അദ്ദേഹം നടനായി, നിർമ്മാതാവായി, ഡിസ്ട്രിബ്യൂട്ടറായി, അങ്ങനെ അദ്ദേഹം എന്താ പറയുക, കൈവയ്ക്കാത്ത മേഖലകളില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമാ യാത്രയിലെ കുറച്ച് രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സിദ്ദിഖ് ലാൽ എന്ന് പറയുന്ന ആ ഒരു കൂട്ടായ്മ അവരെത്രത്തോളം മലയാള സിനിമയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ശരിക്കും ഇവരൊരു സുഹൃത്തുക്കളായി. പക്ഷേ ഇവരാദ്യം ശത്രുക്കളായിട്ടാണ് സുഹൃത്തുക്കളായെന്നതൊക്കെ സിദ്ദിഖും ലാലും തമാശ രൂപേണയൊക്കെ പറയാറുണ്ട്. കാരണം ഇവർ ഫുട്ബോൾ കളിക്കുമ്പോഴും ഇവർ സ്റ്റേജിലേക്ക് ചെയ്യുമ്പോൾ രണ്ടുപേരും രണ്ട് ഗ്യാങ് ആയിരുന്നു. പക്ഷെ പിന്നീടാണ് ഇവർ ഒരുമിച്ചതും. പിന്നീട് ഇവർ ഒരുമിച്ചാണ് എന്താ പറയുക, കലാഭവനിലേക്കൊക്കെ പോകുന്നത്. നമുക്കറിയാം കലാഭവൻ്റെ ഒക്കെ തുടക്കകാലത്ത് കലാഭവനെ വളർത്തിക്കൊണ്ടുവരാനൊക്കെ സിദ്ദിഖ് ലാലിന് ഭയങ്കര എന്താ പറയുക, അവരുടെ അവർ രണ്ടുപേരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നീട് അവർ സ്റ്റേജ് ഷോസിലൂടെ തിളങ്ങി. ഫാസിലിൻ്റെ സഹസംവിധായകരായിട്ട് അൻസാർ കലാഭവൻ, ഇവരുടെ സുഹൃത്തും നടനും സംവിധായകനും കലാഭവൻ്റെ ഭാഗമൊക്കെ ആയിരുന്ന അൻസാർ കലാഭവനാണ് ഇവരെ നമ്മുടെ സംവിധായകൻ ഫാസിലിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും അന്ന് എന്താ പറയുക, സിദ്ദിഖ് ഫാസിലിൻ്റെ അസിസ്റ്റൻ്റ് ആകുമ്പോൾ ഇവർക്ക് മുകളിൽ അന്ന് വേറെയും ഒരുപാട് അസിസ്റ്റൻസ് ഉണ്ട്. പക്ഷേ അവരിൽ എത്ര പേരെ പിന്നീട് സിനിമ ചെയ്തു എന്ന് ചോദിച്ച് നമ്മൾ ലിസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ വളരെ കുറച്ച് പേരായിരിക്കും. ചിലവർ സിനിമ ചെയ്തിട്ടുണ്ട്, സക്സസ് ആയിട്ടില്ല. അപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾ സിനിമ ചെയ്യാൻ പോകുമ്പോഴും ഞങ്ങളുടെ മനസ്സിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ പോകുമ്പോഴും ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ സംവിധായകരായിരിക്കും എന്നുള്ളത് തന്നെയായിരുന്നു. അതായിരുന്നു ഇവർ രണ്ടുപേരുടെയും ഒരു എന്താ പറയുക, ഒരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ ഇവരുടെ ഒരു ഡെഡിക്കേഷൻ അതായിരുന്നു. ഇവരൊരു ദൃഢനിശ്ചയം എന്നൊക്കെ പറയില്ലേ. കാരണം ഇവർ ഞങ്ങൾക്ക് തന്നെ അസിസ്റ്റൻസ് ആയിട്ട് വർഷകാലം നിൽക്കാനോ അസോസിയേറ്റ് ആയിട്ട് അങ്ങനെ നിൽക്കാനോ അതൊന്നും ആയിരുന്നില്ല താല്പര്യം. ഞങ്ങൾക്ക് സിനിമ തന്നെ ചെയ്യാം. അങ്ങനെ ഒരു റിസ്ക് എടുത്തിട്ട് തന്നെയാണ് ഇവരൊരു സിനിമയിലേക്ക് വന്നത്. അതായത് അന്ന് ഒരു സ്റ്റേജ് ഷോസ് ഒക്കെ റെഗുലർലി ചെയ്തിരുന്ന, ഡയറക്റ്റ് ചെയ്യുന്ന, ഒരുപാട് വിദേശ രാജ്യങ്ങൾക്കൊക്കെ പോകാൻ, അതായത് ഫിനാൻഷ്യലി സെറ്റാവും എന്നുള്ള ഒരു നിലയിലാണ് ഇവരതൊന്ന് റിസ്ക് എടുത്തിട്ടാണ് ഇവർ സംവിധാനത്തിലേക്ക് കിടക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവർ തുടക്കകാലത്ത് പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതി. പിന്നീട് ഇവരുടെ ഒരു സ്റ്റോറി ഐഡിയയാണ് നാടോടിക്കാറ്റായത്. അന്ന് ഇവരാദ്യം മനസ്സിലാലോചിച്ച ഹോനായി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ, ആ ഹോനായിനാണ് പിന്നീട് ശ്രീനിവാസൻ പവനായി ആക്കി മാറ്റിയതും. പിന്നീട് അതേ ഹോനായിനെ ഇവർ ഹരിഹര നഗറിലേക്കൊക്കെ ആക്കി. അപ്പോൾ സംവിധായകനായി തിളങ്ങി നിൽക്കുന്ന ഒരു സമയത്ത് അന്ന് ലാലിന് ഒരു 91 അഭിനയിക്കാൻ വേണ്ടി ഒരു അവസരം കിട്ടിയിരുന്നു. നമ്മളെല്ലാവരും ഇന്നും കാണുന്ന ജോണി വാക്കർ എന്നുള്ള സിനിമയിലെ ഒരു വില്ലൻ ക്യാരക്ടർ നമുക്കറിയാം. ഒരു കൊടും വില്ലനാണ്, ഒരു ഡ്രഗ്സ് ഒക്കെ സപ്ലൈ ചെയ്യുന്ന സ്വാമി എന്ന് ആണ് ആ ഒരു ക്യാരക്ടറിനൊക്കെ അതിൽ വിളിക്കുന്നത്. ആ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് അന്ന് ലാലിനെയാണ് ഡയറക്ടർ ജയരാജ് അന്ന് വിളിച്ചിട്ടുള്ളത്. പക്ഷെ അന്ന് ലാല് പിന്നീട് പറഞ്ഞത്, എനിക്ക് അന്നൊരു ഇമേജ് ഉണ്ട്, അതായത് ക്യാമറയുടെ മുമ്പിലുള്ള ഇമേജ് അല്ല, ക്യാമറയുടെ പിന്നിലാണെങ്കിൽ പോലും ഒരു സംവിധായകൻ എന്ന രീതിയിൽ ഒരു നല്ല സിനിമകൾ, കുടുംബ സിനിമകൾ ചെയ്തു, കുടുംബ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സംവിധായകൻ. അപ്പോൾ വെറുതെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യണോ, അതായത് എന്തോ പല കാരണങ്ങളും അദ്ദേഹം അത് ചെയ്തില്ല. 91 അതിനുശേഷം 94, 95 ആയി കഴിഞ്ഞപ്പോൾ മാനാർമത്തായി ഒക്കെ അതിനോടുകൂടി ഇവർ രണ്ടുപേരും സ്പ്ലിറ്റ്. അത് സിദ്ദിഖ് ലാൽ അവർ സംവിധായകൻ എന്ന രീതിയിൽ അവരൊരു കൂട്ടായ്മ ഒരു സ്പ്ലിറ്റ് ചെയ്ത്. പിന്നെ സിദ്ദിഖ് ചെയ്ത ഈ ഹിറ്റ്ലറും ഫ്രണ്ട്സിൻ്റെ ഒക്കെ നിർമ്മാണത്തിലൊക്കെ ലാല് സജീവമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാല് പറഞ്ഞ പിന്നീട് നിർമ്മാതാവായിട്ട് പോവുക എന്ന രീതി തന്നെയാണ്. അവിടെ നിന്ന് അങ്ങോട്ടാണ് കളിയാട്ടം എന്ന് പറഞ്ഞ 97 ജയരാജ് തന്നെ വീണ്ടും ലാലിനെ അതിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ കളിയാട്ടത്തിൽ ശരിക്കും അന്ന് മുരളിയായിരുന്നു അന്ന് മനസ്സിലാദ്യം ഈ ഒരു സിനിമ പ്ലാൻ ചെയ്യുമ്പോൾ. നമുക്കറിയാം ഷേക്സ്പിയറിൻ്റെ ഡ്രാമേനെ ബേസ് ചെയ്തിട്ടാണ് വരിക. അപ്പോൾ അന്ന് ആ ഒരു വില്ലനായിട്ടുള്ള ഒരു നെഗറ്റീവ് ടച്ചുള്ള ഒരു മുരളീനെയായിരുന്നു അന്ന് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അന്ന് പെട്ടെന്ന് പിന്നീട് അവർ ചർച്ചയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് തോന്നിയത് ഇവർക്ക് ഒരു ഫ്രഷ് ഫേസ് ആണെങ്കിൽ, കാരണം മുരളിയാണെങ്കിൽ ചിലപ്പോൾ പ്രേക്ഷകർ പ്രെഡിക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫ്രഷ്നെസ് വരില്ല. അപ്പോൾ ഒരു ഫ്രഷ്നെസ് വരാൻ വേണ്ടി ഒരു പുതിയൊരു ഫേസിനെ നോക്കാമെന്നുണ്ടാണ് ലാലിനെ. അപ്പോൾ ലാലിന് ശരിക്കും സത്യത്തിൽ വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇവർക്ക് നിർബന്ധത്തിന് വഴങ്ങിയാണ് അഭിനയിച്ചത്. അപ്പോൾ അന്ന് ആദ്യം മുരളിയുടെ ഡേറ്റ് ഒക്കെ വാങ്ങിയതെന്നാണ്. അപ്പോൾ ഈ അടുത്ത് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു കൺട്രോളറുടെ ഒരു ഇൻ്റർവ്യൂവിലാണ് ഞാൻ കണ്ടത്. ലാലിൻ്റെ ഡേറ്റ് അല്ല, മുരളിയുടെ ഡേറ്റ് ഒക്കെ ഒന്ന് വാങ്ങി. പക്ഷെ പിന്നീട് ലാൽ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുരളി വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ചെറിയൊരു മാറ്റണം. മുരളി ഓക്കെ. അപ്പോൾ മുരളി ആ സമയത്ത് നായകനായിട്ട് തിറങ്ങി നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ മുരളിക്ക് ഇങ്ങനെ ഒരു സൈഡ് റോൾ നഷ്ടപ്പെട്ടതിൽ ആദ്യമൊന്നും മുരളിക്ക് വലിയൊരു വിഷമമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ സിനിമ അങ്ങ് ഭയങ്കര അഭിപ്രായവും ആ ഒരു ക്യാരക്ടറിൻ്റെ ഇതൊക്കെ എന്താ പറയുക, പ്രേക്ഷകർ സ്വീകരിച്ചതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ മുരളിക്ക് ചെറിയൊരു നഷ്ടബോധമൊക്കെ ഉണ്ടായിരുന്നു എന്ന രീതിയിലൊക്കെ പിന്നീട് കൺട്രോളർ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അവിടെ നിന്ന് അങ്ങോട്ട് അന്ന് ലാല് പറഞ്ഞ് ഞാൻ ഒരു സിനിമ അഭിനയിക്കുന്നു പിന്നെ നിർത്താമെന്നാണ്. പക്ഷെ പിന്നീട് ലാലിന് ഒരിക്കലും അഭിനയം നിർത്തേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെ ആയിട്ട് എന്താ പറയുക, സൗത്ത് ഇന്ത്യ മുഴുവനും അദ്ദേഹം നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ തമാശ രൂപേണയൊക്കെ അദ്ദേഹത്തിൻ്റെ ഡബ്ബിങ്ങിനെ കുറിച്ചൊക്കെ കുറേ ട്രോളുകളൊക്കെ വരുന്നുണ്ട്. അത് ലാല് തന്നെ അത് എൻജോയ് ചെയ്തിട്ട് അദ്ദേഹം അതിന് മറുപടിയൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ നമുക്കറിയാം ജീൻ ലാലും ഡയറക്ടറാണ്.
ലാൽ അദ്ദേഹത്തിൻ്റെ സിനിമ ജീൻ്റെ സിനിമകളിൽ ലാൽ നല്ല റോളുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്കറിയാം ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞ സിനിമ ശരിക്കും ആദ്യം അനൗൺസ് ചെയ്തപ്പോൾ മമ്മൂക്കയും ലാലും ഇവർ രണ്ടുപേരും, മമ്മൂട്ടി ലാൽ എന്നുള്ളതായിരുന്നു. പിന്നീട് അത് മാറി മറിഞ്ഞിട്ടാണ് പിന്നീട് അത് പൃഥ്വിരാജ് സുരാജിലേക്കൊക്കെ എത്തിയത്. അതുപോലെ തന്നെ ലാലിന് ചെയ്യാൻ പറ്റാതിരുന്ന കുറച്ച് റോളുകൾ, അതായത് ലാലിന് ആദ്യം മനസ്സിൽ കരുതിയിരുന്ന നമുക്ക് മേരിക്കൊണ്ടൊരു കുഞ്ഞാട് എന്ന് പറയുന്നൊരു സിനിമ ആദ്യം ദിലീപും സുരേഷ് ഗോപിനെ മനസ്സിലാലോചിച്ചു. പിന്നെ സുരേഷ് ഗോപി മാറിയത് ലാലിനെ ആലോചിച്ചു. പിന്നെ ലാലിൻ്റെ ഡേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ എന്തോ ക്ലാഷ് വന്നപ്പോഴാണ് ആ റോളിലേക്ക് ബിജു മേനൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാതിരുന്ന കുറേ റോളുകളുണ്ട്. എന്നാൽ മറ്റ് ചില നടന്മാരെ മനസ്സിൽ കരുതുന്ന റോളുകൾക്ക് ലാൽ എത്തിയതുകൊണ്ട് എന്തായാലും അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നു. പിന്നെ ലാലിനെ കുറിച്ച് പറയുമ്പോൾ പറയേണ്ട ഒരു കാര്യമാണ് ലാൽ മീഡിയ. നമുക്കറിയാം എറണാകുളത്ത് പാടിവട്ടത്തുള്ള ലാൽ മീഡിയ അന്ന് ശരിക്കും മലയാള സിനിമയ്ക്ക് ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡബ്ബിങ് വർക്കുകൾക്കൊക്കെ എപ്പോഴും ചെന്നൈ ആയിരുന്നു. നമ്മൾ 90s സിനിമകളൊക്കെ ഇന്ന് എടുത്തു കഴിഞ്ഞാൽ കാണാം ഒരുവിധം എല്ലാം ചെന്നൈ അല്ലെങ്കിൽ ചിത്രാഞ്ജലി, ഇങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. കാരണം പിന്നെ സിനിമ ഒരു കൊച്ചിയിലോട്ട് മാറാനുള്ളൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ലാല് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ തന്നെയാണ്. ഇന്ന് ഒരുപാട് സ്റ്റുഡിയോസ് നമുക്കറിയാം കൊച്ചിയിലുണ്ട്. അപ്പോൾ മലയാള സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ കൊച്ചി തന്നെയാണ് ഇപ്പോൾ എല്ലാം നടക്കുന്നത്. ചെന്നൈയിലൊക്കെ വളരെ അപൂർവമായിട്ട് ചെന്നൈയിലേക്കൊക്കെ ചില ഫൈനൽ കാര്യങ്ങളൊക്കെ വല്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാത്രമേ ചെന്നൈ പോകുന്നുണ്ട്. ബാക്കി എല്ലാം എറണാകുളത്ത് തന്നെയാണ് നടക്കുന്നത്. അതിനൊരു തുടക്കം കുറിച്ചത് ലാല് തന്നെയാണെന്നുള്ളതാണ് എൻ്റെയൊക്കെ ഒരു അഭിപ്രായം. അന്ന് കലൂർ ഒരു ചെറിയൊരു വീട് വാടകയ്ക്ക് എടുത്ത് അതിൻ്റെ ഒരു സ്പേസിലാണ് തുടങ്ങിയത്. പിന്നീടാണ് അത് മാറിയിട്ട് പാടിവട്ടത്തൊക്കെ പിന്നെ സ്റ്റുഡിയോ സെറ്റപ്പിലൊക്കെ മാറിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ തന്നെയാണ് പ്രൊഡക്ഷൻ ആയാലും സിനിമയുടെ, അതായത് അദ്ദേഹം സിനിമയിൽ നിന്ന് സംവിധായകനായി നിന്ന് സിനിമയിൽ നിന്ന് ഉണ്ടാക്കിയതും അഭിനയിച്ച് തുടങ്ങിയപ്പോൾ സിനിമയിൽ നിന്ന് ഉണ്ടാക്കിയതൊക്കെ അദ്ദേഹം സിനിമയിൽ തന്നെ എന്താ പറയുക സിനിമയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് അങ്ങോട്ട് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വളർച്ച. എന്തായാലും ലാലിൻ്റെ ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ, എനിക്ക് എൻ്റെ ഫേവറേറ്റ് കഥാപാത്രം എന്ന് പറഞ്ഞാൽ കളിയാട്ടവും പിന്നെ കന്മതമൊക്കെ തന്നെയാണ് ലാൽ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലാലിൻ്റെ സിനിമകൾ അല്ലെങ്കിൽ ലാൽ അഭിനയിച്ച ലാലിൻ്റെ കഥാപാത്രങ്ങൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ നമുക്ക് കമൻറ്റ് ചെയ്യാം.